Welcome to Light and Shadow. Hi, I am architect Ansha Saber, Design and Drawing Faculty of Think Institute of Design. അപ്പോൾ എങ്ങനെയാ തുടങ്ങുമല്ലേ? ലെറ്റ്സ് ബിഗിൻ. സോ ഇതാണ് നമ്മുടെ ലൈറ്റ് സോഴ്സ്. ഇതൊരു പോയിന്റ് ലൈറ്റ് സോഴ്സ് ആണ്. ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് വരുന്ന ലൈൻസിനെയാണ് നമ്മൾ ലൈറ്റിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ മുകളിലേക്ക് പോകുന്തോറും ആ ലൈറ്റിൻ്റെ ആംഗിൾ ഇങ്ങനെ ആയിരിക്കും വരിക. താഴത്തേക്ക് വരുന്തോറും ലൈറ്റിൻ്റെ ആംഗിൾ താഴത്തേക്ക് രീതിയിൽ നിഴൽ കുറച്ചുകൂടി വലുതായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും ഒരു ഒബ്ജക്റ്റിൻ്റെ ഷാഡോ ചെറുതായും താഴത്തേക്ക് പോകുന്തോറും ആ ഒബ്ജക്റ്റിൻ്റെ ഷാഡോ വലുതായിട്ടും നീണ്ടതായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി ലൈറ്റിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് പറയാം. ഇപ്പം ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ എങ്കിൽ ഇനി അത് ഇങ്ങനെ ശരിക്കും കണ്ടോ, ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഞാൻ ആ ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്നത് മാറുന്നുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഹൈറ്റ് മാറുന്നതനുസരിച്ച് ഷാഡോയിൽ കാസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ടോപ്പ് പോയിൻറ്റ്സ്, ബേസ് പോയിൻറ്റ്സ്, ഇങ്ങനെ 2 പോയിൻറ്റ്സ് ഒരു ഒബ്ജക്റ്റിൻ്റെ കൺസിഡർ ചെയ്യാനുണ്ട്. ഈ ഒരു ക്യൂബിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 വരുന്നതാണ് ടോപ്പ് പോയിൻറ്റ്സ്. 1, 2, 3, 4 വരുന്നതാണ് ബേസ് പോയിൻറ്റ്സ്. ടോപ്പ് പോയിൻറ്റ്സിലൂടെ ലൈറ്റിൻ്റെ ആംഗിൾ ലൈനും ബേസ് പോയിൻറ്റ്സിലൂടെ ലൈറ്റിൻ്റെ ഡയറക്ഷൻ ലൈനുമാണ് വരുന്നത്. നമുക്ക് നോക്കാം. 1, 2, 3 ആൻഡ് 4 ഇങ്ങനെയാണ് പോവുക. ഇനി ഡയറക്ഷൻ ലൈൻ ഇവിടെ നമ്മൾ ഹൈറ്റ് ഇത്രയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഹൈറ്റിൻ്റെ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും ലൈറ്റിൻ്റെ ഡയറക്ഷൻ ലൈൻസ് വരുന്നത്. അത് ബേസ് പോയിൻറ്റ്സിലൂടെ ടച്ച് ചെയ്ത് പോകും. അങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പോൾ 1, 2, 3 ആൻഡ് 4 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ ആംഗിൾ ലൈനും ലൈറ്റിൻ്റെ ഡയറക്ഷൻ ലൈനും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ്, ആ ഒരു എക്സ്റ്റെൻറ്റ് വരെയായിരിക്കും ഒരു ഒബ്ജക്റ്റിൻ്റെ ഷാഡോ വരുന്നത്. അത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് ഇതിനെ ടെക്നിക്കലി എങ്ങനെ വരയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി 2 ഷാഡോ മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് പോയിന്റ് സോഴ്സ് മെത്തേഡ് അഥവാ പെർസ്പെക്റ്റീവ് മെത്തേഡ്, രണ്ടാമത്തത് പാരലൽ മെത്തേഡ്. ഓക്കെ, സോ പെർസ്പെക്റ്റീവ് മെത്തേഡ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പോയിന്റ് സോഴ്സ് മെത്തേഡ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടോർച്ചിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് പെർസ്പെക്റ്റീവ് രീതിയിൽ ഒരു കോണിക്കൽ രീതിയിലൊക്കെ ലൈറ്റ് സോഴ്സ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് ആ ക്യാൻഡിൽ നിന്ന് 360 വരുന്ന ആ ഒരു റേസ് പല പെർസ്പെക്റ്റീവിൽ ഇങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് സോഴ്സ് നമ്മൾ എവിടെ നിന്ന് വരുന്നോ ആ സമയത്ത് നമ്മൾ ഒബ്ജക്ട്സിൽ വരുന്ന ഷാഡോ കാസ്റ്റിനെയാണ് പോയിന്റ് സോഴ്സ് മെത്തേഡിൽ ഷാഡോ കാസ്റ്റ് ചെയ്യാമെന്ന് പറയുക. അതല്ലാണ്ട് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പാരലൽ മെത്തേഡാണ്. പാരലൽ മെത്തേഡ് ഉദാഹരണം പറയുകയാണെങ്കിൽ സൺറൈസ് മെയിനായിട്ട് പാരലൽ മെത്തേഡ് തന്നെ എടുക്കണം. ഇപ്പോൾ ഈവൻ ദോ സൺ ഒരു സ്റ്റാർ ആണ്, അതൊരു പോയിന്റ് ആണെങ്കിൽ പോലും അതിൻ്റെ വലിപ്പം നല്ല വലുതായതുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഒരു ഷാഡോ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പാരലൽ മെത്തേഡാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ UCഡിനായിക്കോട്ടെ JEക്ക് ആയിക്കോട്ടെ നമ്മൾ സീൻ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ പാരലൽ മെത്തേഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻറ്റ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് കോമ്പോസിഷൻ്റെ സമയത്ത് നാറ്റയുടെ ഒക്കെ ഒബ്ജക്റ്റ് കോമ്പോസിഷൻ്റെ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് ഈ പറയുന്ന പാരലൽ മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. സോ നമുക്ക് 2 മെത്തേഡ്സും ഏകദേശം പഠിക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റിനേക്കാളും ഹൈറ്റിൽ ലൈറ്റ് സോഴ്സ് വന്നാൽ എങ്ങനെ ആ ഒബ്ജക്റ്റിൽ ഷാഡോ കൺസ്ട്രക്ട് ചെയ്യും എന്നുള്ളതാണ്. സോ നമുക്ക് ഫണ്ടമെൻ്റൽ എലമെൻ്റ് ആയിട്ട് ലൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലൈൻ, പ്ലെയിൻ, അതുപോലെ തന്നെ ഒബ്ജക്റ്റ്, അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു പോകാം. സോ ആദ്യം നമ്മളൊരു ലൈറ്റ് സോഴ്സിനൊന്ന് വരയ്ക്കുവാണേ. ലൈറ്റ് സോഴ്സിന് വരയ്ക്കുന്ന സമയത്ത് ഇത് ഇവിടെയാണ് ലൈറ്റ് സോഴ്സ്, ഇതാണ് ലൈറ്റ് സോഴ്സിൻ്റെ ഒരു ഹൈറ്റ്, ഒരു ഇത്രയാണ് ഏകദേശം ഹൈറ്റ് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ ഷാഡോ വരുന്നു. ഇനി നമുക്കൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാം. ഒബ്ജക്റ്റായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈനിനെ നമുക്ക് പ്ലേസ് ചെയ്ത് നോക്കാം. ഒരു ഉദാഹരണത്തിന് ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഒരു ഏകദേശം ഇതാണ് ലൈൻ എന്ന് വിചാരിച്ചോ. ജസ്റ്റ് ഈ ഒരു ലൈനിൽ ഷാഡോ കാസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള 2 പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന് ലൈറ്റ് ആംഗിൾ എന്ന് പറയുന്നൊരു സംഭവവും അതുപോലെ തന്നെ ലൈറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. ലൈറ്റ് ആംഗിൾ ലൈറ്റ് സോഴ്സിൻ്റെ ടോപ്പിൽ നിന്നും ഒബ്ജക്റ്റിൻ്റെ ടോപ്പിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതായത് ലൈറ്റിൻ്റെ ടോപ്പ്, ഒബ്ജക്റ്റിൻ്റെ ടോപ്പ്, അതിലൂടെ ആയിരിക്കും ലൈറ്റ് ആംഗിൾ പോകുന്നുണ്ടാവുക. സോ നമുക്ക് പോകുന്ന ലൈറ്റ് ആംഗിളിനെ ഒന്ന് ജസ്റ്റ് വരയ്ക്കാവേ. സോ ലൈറ്റ് ആംഗിൾ നമ്മൾ ടോപ്പിൽ നിന്ന് കൊടുത്തു. ഇനി ലൈറ്റിൻ്റെ ഡയറക്ഷൻ വരുന്നത് ലൈറ്റിൻ്റെ ഹൈറ്റ് എന്ന് മാത്രം പോകുന്നതാണ്. നമുക്കിപ്പോൾ ഏത് ഹൈറ്റ് ഉദ്ദേശിക്കുന്നതും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ഉദാഹരണത്തിന് ഇവിടെയാണ് ലൈറ്റിൻ്റെ ഹൈറ്റ് എത്തി നിൽക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ ഒരു ബേസ് ഗ്രൗണ്ട് കണ്ടോ. ഈ ഒരു ഗ്രൗണ്ട് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സോ ഇനി ഈ ലൈറ്റിൻ്റെ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റിൻ്റെ ബേസ് പോയിന്റിൽ നിന്നും നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ബേസ് പോയിന്റിലേക്കാണ് പോകേണ്ടത്. ഒബ്ജക്റ്റിൻ്റെ ബേസ് പോയിന്റിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു റെഡ് പെൻ വെച്ചിട്ട് നമുക്കൊരു ഡോട്ടർ ലൈൻ ഇടാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. അതായത് ലൈറ്റ് ആംഗിളും ലൈറ്റ് ഡയറക്ഷനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. ആ പോയിന്റ് വരെ ആയിരിക്കും ആ ഒരു ലൈനിൻ്റെ ഷാഡോ കാസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഷാഡോ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗ്രീൻ കളറിൽ നിന്ന് ഷാഡോ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇത്രയും കളറിലായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഒരു എക്സ്റ്റെൻഡിലായിരിക്കും ഈ പറയുന്ന ഷാഡോ കാസ്റ്റ് ചെയ്യാം.
സോ ലൈനിൻ്റെ കാര്യം കഴിഞ്ഞു. അപ്പം കുറച്ച് കൺഫ്യൂഷനാണ് എന്താണ് ലൈനിനൊക്കെ എന്തിനാണ് ഷാഡോ. നമുക്കെന്നാൽ ഒരു പ്ലെയിൻ എടുത്ത് നോക്കാം അല്ലേ. യെസ്, അപ്പോൾ നമുക്കിനി അടുത്തൊരു പ്ലെയിൻ വരയ്ക്കാം. പ്ലെയിൻ വരയ്ക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്ക്വയറാണ് വരയ്ക്കുന്നത്. ഒരു സ്ക്വയർ ജസ്റ്റ് ഇങ്ങനെ ചെരിച്ച് വെച്ചേക്കുന്നു എന്നുള്ള രീതിയിൽ ഞാനൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഈ സ്ക്വയറിൻ്റെ 1, 2 എന്ന് പറയുന്നതാണ് ടോപ്പ് പോയിൻറ്റ്സ്, 3, 4 എന്ന് പറയുന്നതാണ് ബേസ് പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് ആംഗിൾ ഓൾവേസ് ടോപ്പ് പോയിൻറ്റ്സിലൂടെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ലൈറ്റ് ഡയറക്ഷൻ എപ്പോഴും ബേസ് പോയിൻറ്റ്സിലൂടെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൈറ്റ് ആംഗിൾ ഈ സ്ക്വയറിൻ്റെ നമ്മൾ ABCD ഇടുവാണെങ്കിൽ ABCD എന്ന് നമ്മൾ ആ ഒരു സ്ക്വയറിനെ നെയിം ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് പോയിന്റിലൂടെ പോവുക. അതായത് ടോപ്പ് പോയിന്റിലൂടെ ലൈറ്റ് ആംഗിൾ പോകുന്നു. നമുക്കിവിടെ 2 ടോപ്പ് പോയിന്റ്സ് ആണ് മൊത്തം ഉള്ളത്. ആ 2 ടോപ്പ് പോയിന്റ്സിലൂടെ ലൈറ്റ് ആംഗിൾ പോകുന്നു. എയിലൂടെയും ബിയിലൂടെയും പോയി. ഇനി അടുത്ത സിയിലൂടെയും ഡിയിലൂടെയും പോകേണ്ട ഏതാണ്? ലൈറ്റിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ലൈറ്റിൻ്റെ ഡയറക്ഷൻ ബേസ് പോയിന്റ്സിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. യെസ്, ബേസ് പോയിന്റ്സിലൂടെ പോവുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി ബിയിലൂടെ പോയ ലൈറ്റ് ആംഗിളും ഡിയിലൂടെ പോയ ലൈറ്റ് ഡയറക്ഷനും ഇവിടെ കൂട്ടിമുട്ടി. എയിലൂടെ പോയ ലൈറ്റ് ആംഗിളും സിയിലൂടെ പോയ ലൈറ്റ് ഡയറക്ഷനും ഇവിടെ കൂട്ടിമുട്ടി. അപ്പോൾ നമുക്ക് താഴെ 1, 2 പിന്നെ ഇവിടെയുള്ള ബേസിലൂടെയുള്ള 3, 4 എന്നുള്ള ഈ 2 പോയിന്റ് അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെയാണ് ഷാഡോ കാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഉണ്ടോ, ഇത്രയും എക്സ്റ്റെൻറ്റിലേക്കായിരിക്കും ഈ ഒരു സ്ക്വയറിൻ്റെ ഷാഡോ കാസ്റ്റ് ചെയ്യുക. സോ ലൈനും അതുപോലെ തന്നെ ഒരു സ്ക്വയറും കഴിഞ്ഞു. നമുക്കിനി ഒരു സ്ക്വയറിനകത്ത് തന്നെ ഒരു വോയിഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വോയിഡ് വഴി എങ്ങനെ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലോ. യെസ്, സോ അപ്പോൾ ഞാനൊരു സ്ക്വയർ വരയ്ക്കാൻ പോവാണേ. സ്ക്വയർ വരച്ചു. ഇനി ഈ സ്ക്വയറിനകത്ത് ഞാനൊരു ആർച്ച് ക്രിയേറ്റ് ചെയ്യാം. ആർച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആർച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മിഡ് പോയിന്റ് വേണം. സോ മിഡ് പോയിന്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഡയഗണലിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുവാണേ. നമ്മളൊരു ഹൈറ്റ് മാർക്ക് ചെയ്യും, എത്രയാണ് അതിൻ്റെ ഹൈറ്റ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ടായിരിക്കും ആ ഒരു ആർച്ചിലേക്ക് പോകുന്നത്. സോ ഒരു വോയിഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. സോ നമ്മുടെ ഫിഗർ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ടോപ്പ് പോയിന്റ്സ് ഏതാ, അതുപോലെ തന്നെ ബേസ് പോയിന്റ്സ് ഏതാ നമുക്ക് നോക്കാം. ടോപ്പ് പോയിന്റ്സ് എടുക്കുമ്പോൾ ഇത് ടോപ്പ് പോയിന്റ് ആണ്, ഇത് ടോപ്പ് പോയിന്റ് ആണ്, ഇത് ടോപ്പ് പോയിന്റ് ആണ്, ഇത് ടോപ്പ് പോയിന്റ് ആണ്, ഇത് ടോപ്പ് പോയിന്റ് ആണ്. ഇനി ഇതും ടോപ്പ് പോയിന്റ് ആണോ? ആണ്, ടോപ്പ് പോയിന്റ് ആണ്. ഇതും ടോപ്പ് പോയിന്റ് ആണ്, ഇതും ടോപ്പ് പോയിന്റ് ആണ്. ബേസ് പോയിന്റ്സ് പറയുന്ന സംഭവം ഗ്രൗണ്ടിൽ വരുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാത്ത ബാക്കി എല്ലാം ടോപ്പ് പോയിന്റ്സ് ആണ്. അതാണ് നമ്മൾ ഈ ലൈറ്റ് ആൻഡ് ഷാഡോയുടെ കൺസ്ട്രക്ഷൻ മെത്തേഡിൽ ഓർത്തിരിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം. യെസ്, അപ്പോൾ ഇതിനകത്ത് ബേസ് പോയിന്റ്സ് പറയുമ്പോൾ ഇതും മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ടോപ്പ് പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് ലൈറ്റ് സോഴ്സിനെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ലൈറ്റ് സോഴ്സിനെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒബ്ജക്റ്റിനേക്കാളും ഹൈറ്റുള്ള ലൈറ്റാണ് നമ്മളിവിടെ വരയ്ക്കാൻ ഉദ്ദേശിക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു ഏകദേശം ലൈറ്റ് സോഴ്സ് ഇങ്ങനെയാക്കി വെച്ചു. ലൈറ്റിൻ്റെ ഹൈറ്റ് ഒരു ഓൾമോസ്റ്റ് ഇത്ര ആക്കി കൊടുക്കാം. ഇത്ര ആക്കി കൊടുത്തു. ഇനി നമുക്ക് ലൈറ്റ് ആംഗിൾ പ്ലേസ് ചെയ്യാം. ലൈറ്റ് ആംഗിൾ നമുക്ക് റെഡിൽ കൊടുക്കാം. ഏകദേശം ഇങ്ങനെ വന്ന് ഇതിലൂടെ പോയി ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇനി ഇതിനകത്ത് എടുക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അത് പോവുക. ഇപ്പോൾ 2 ടോപ്പ് പോയിന്റ് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പ് പോയിന്റ്സ് ആയ 1, 2, 3 വിടാം. ഇതിലൂടെ പോകുമ്പോൾ ഇനി നമുക്ക് 2 ടോപ്പ് പോയിന്റ്സിലൂടെ വിട്ടാൽ മതി, ഇതും. അതിലൂടെയും പോകുമ്പോൾ യെസ്, അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ എല്ലാ ടോപ്പ് പോയിന്റ്സിലൂടെയും ലൈറ്റിൻ്റെ ആംഗിൾ വിട്ടിട്ടുണ്ട്. നമുക്കിനി ലൈറ്റിൻ്റെ ഡയറക്ഷൻ കൂടി വിട്ടാൽ മതി ബേസ് പോയിന്റ്സിൽ നിന്ന്. യെസ്, അപ്പം നമുക്കിപ്പോൾ ഉള്ള 2 ബേസ് പോയിന്റ്സ് ആണ് ഇതുമാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ലൈറ്റിൻ്റെ ബേസ് പോയിന്റ്സ് വിടാം, ലൈറ്റിൻ്റെ ഡയറക്ഷൻ വിടാം. അതുപോലെ തന്നെ ഇവിടെ നിന്നും
സോ നമ്മളിപ്പോൾ ലൈറ്റ് ആംഗിളും ലൈറ്റ് ഡയറക്ഷനും കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാണുമ്പോൾ കുറേ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് ആക്ച്വലി വളരെ എളുപ്പമുള്ള ഒരു പരിപാടി തന്നെയാണ്. നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യം എന്തായാലും ഈ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, ആ ഒരു സ്ക്വയറിൻ്റെ ഷാഡോ കൺസ്ട്രക്ട് ചെയ്യാം. എന്നിട്ടാണല്ലോ അതിൻ്റെ എന്തായാലും ആ ഒരു സ്ക്വയറിൻ്റെ ഷാഡോ ഉള്ളിലായിരിക്കും ആ ഒരു വോയിഡിൻ്റെ ആ ഒരു ഷാഡോയും വരുന്നുണ്ടാവുക. സോ നമ്മളിപ്പോൾ സ്ക്വയറിൻ്റെ ഷാഡോ എടുക്കുമ്പം സ്ക്വയറിൻ്റെ എഡ്ജ്, ഈ ഒരു എഡ്ജ്, ഈ ഒരു എഡ്ജ്, ഈ ഒരു എഡ്ജ്, ഈ ഒരു എഡ്ജ്, അങ്ങനെ 4 എഡ്ജാണ് വരുന്നത്. അപ്പോൾ ഈ എഡ്ജിൻ്റെ ടോപ്പ്, അതിൻ്റെ ബേസ്, ടോപ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് ആംഗിൾ ഇത് ഇങ്ങനെ വന്ന് ഇവിടെ മുട്ടും. അതിൻ്റെ ഡയറക്ഷൻ ലൈറ്റിൻ്റെ ആ ഒരു എഡ്ജിൻ്റെ ബേസിൽ നിന്ന് ഇത് ഇങ്ങനെ വന്ന് ഇവിടെ മുട്ടും. ഓക്കെ. പിന്നെ ഈ ഒരു എഡ്ജിൻ്റെ ടോപ്പിൽ നിന്ന് ലൈറ്റ് ആംഗിൾ ഇങ്ങനെ വരുന്നു. ആ എഡ്ജിൻ്റെ തന്നെ ബേസിൽ നിന്ന് ലൈറ്റ് ഡയറക്ഷൻ ഇങ്ങനെ വരുന്നു. അത് തമ്മിൽ ഇവിടെ വന്ന് കൂട്ടിമുട്ടുന്നു. അപ്പോൾ മൊത്തത്തിലെടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഷാഡോയുടെ ഒരു ഓവർ ഔട്ട്ലൈൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ വന്ന് ഇതിങ്ങനെ വന്ന് ഇങ്ങനെയായിരിക്കും ആ ഒരു സ്ക്വയറിൻ്റെ ഷാഡോ കാസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ആർച്ചിൻ്റെ ഷാഡോ കാസ്റ്റ് എങ്ങനെ ഇതിനകത്ത് വോയിഡായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർച്ചിന് ടോപ്പ് പോയിൻറ്റ്സ് മാത്രമാണ് ഉള്ളത്, ഇതിന് ബേസ് പോയിൻറ്റ്സ് ഇല്ല. ബേസ് പോയിൻറ്റ്സ് ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് അവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് തന്നെ എടുക്കണം. പ്രൊജക്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ നിന്ന് നേരെ ലൈൻ വരയ്ക്കണം. ഐ മീൻ ഇതിന് പാരലായിട്ട് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ലൈൻ വരച്ച് ഇങ്ങനെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത പോയിൻ്റ് വരിക. ഇനി അടുത്ത ഈ ഒരു എഡ്ജിൻ്റെ പ്രൊജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ആയിരിക്കും ആ ഒരു പോയിന്റ് വരിക. അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റർ, ആർച്ചിൻ്റെ സെൻറ്റർ എടുക്കണം. ആ സെൻറ്ററും എടുത്ത് വരുമ്പോൾ ഇവിടെ ആയിരിക്കും ഓൾമോസ്റ്റ് പോയിന്റ് വരിക. അപ്പോൾ അങ്ങനെ ഈ ആർച്ചിൻ്റെ 3 പോയിന്റുകൾ, സ്റ്റാർട്ടിംഗ് പോയിന്റ്, എൻഡിങ് പോയിന്റ്, മിഡ് പോയിന്റ്, ഈ 3 ടോപ്പ് പോയിന്റിൻ്റെയും ബേസ് പോയിന്റ്സ് നമ്മൾ അതിൻ്റെ താഴെയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് എടുത്തു. ക്ലിയർ? ഇനി അതിലൂടെയാണ് നമുക്ക് ലൈറ്റ് ഡയറക്ഷൻ പാസ് ചെയ്ത് വിടേണ്ടത്. ലൈറ്റ് ഡയറക്ഷൻ അതിലൂടെ പാസ് ചെയ്ത് വിടുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ 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 പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ ആണെങ്കിലും ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ ആണെങ്കിലും ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഓക്കെ. ഇനി വളരെ സൂക്ഷിച്ച് നമുക്കത് പോയിൻറ്റ്സുകൾ ഇൻ്റർസെക്റ്റ് ചെയ്തെടുക്കാം. സ്ക്വയറിൻ്റെ എല്ലാ പോയിൻറ്റും ഇൻ്റർസെക്ഷൻ ചെയ്തതിന് ശേഷം നമ്മളിനി കടക്കാൻ പോകുന്നത് ആർച്ചിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിലേക്കാണ്. യെസ്. അപ്പോൾ നോക്കുവാണെങ്കിലും ഈ പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ പോയിൻറ്റ് ടോപ്പ് പോയിൻറ്റ്, അതിന് നേരെ താഴെയുള്ളത് ബേസ് പോയിൻറ്റ്. അപ്പോൾ ഈ ടോപ്പ് പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ആംഗിൾ ബേസ് പോയിന്റിൽ നിന്ന് ലൈറ്റ് ഡയറക്ഷൻ ഇവിടെ കൂട്ടിമുട്ടി. ഇനി ഇത് ടോപ്പ് പോയിന്റ്, ഇത് അതിൻ്റെ താഴെ വരുന്ന ബേസ് പോയിന്റ്. ടോപ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് ആംഗിൾ ബേസിൽ നിന്ന് വരുന്ന ലൈറ്റ് ഡയറക്ഷൻ ഇവിടെ കൂട്ടിമുട്ടി. ഓക്കെ. അപ്പം ഈ 2 പോയിന്റ് ഇവിടെ രണ്ടടുത്തായിരിക്കും വരിക. കാരണം എന്തായാലും ഇത്ര ഒരു വീതി ഉണ്ട്. അപ്പം ആ ഒരു വീതി ഡിസ്റ്റോർട്ടായിട്ട് ഇത്ര ഒരു വീതിയിലേക്കായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ. സോ ആർക്കിൻ്റെ താഴത്തെ പോയിന്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് മേളത്തെ 3 പോയിന്റ്സ് കൺസിഡർ ചെയ്ത് നോക്കാം. സോ മേളത്തെ ടോപ്പ് പോയിന്റ് ഇത്, അതിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ആംഗിൾ, അതിൻ്റെ ബേസ് പോയിന്റ് ആയ ഇത്, ആ ബേസ് പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഡയറക്ഷൻ, അത് തമ്മിൽ ഇവിടെ വന്ന് കൂട്ടിമുട്ടി. സി 1 2. ഇനി അടുത്ത പോയിന്റ്, ഇത് ടോപ്പ് പോയിന്റ് ആണ്. ഈ ടോപ്പ് പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ആംഗിൾ അതിങ്ങനെ വരുന്നു. ഇനി അവിടെ നിന്ന് നേരെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത ഈ ഒരു പോയിന്റ്, അതാണ് അതിൻ്റെ ബേസ് പോയിന്റ്. ഈ ബേസ് പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഡയറക്ഷൻ അത് ഇവിടെ വന്ന് കൂട്ടിമുട്ടി. ഇനി നമുക്ക് മിഡ് പോയിന്റും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആർച്ച് ഇവിടെ പ്രോപ്പറായിട്ട് കാസ്റ്റ് എടുക്കാനായിട്ട് പറ്റും. മിഡ് പോയിന്റ് ഇതാണ്. ആ മിഡ് പോയിന്റ് ടോപ്പ് പോയിന്റ് ആണ്. ആ ടോപ്പ് പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ആംഗിൾ നേരെ ഇങ്ങനെ വരുന്നു. ഇനി അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ലൈറ്റിൻ്റെ ഡയറക്ഷന് വേണ്ടിയിട്ടുള്ള ബേസ് പോയിന്റ്, ആ ബേസ് പോയിന്റിൽ നിന്നും ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വന്നിട്ട് അത് ഇവിടെ വന്നിട്ട് കൂട്ടിമുട്ടും. അപ്പോൾ നമുക്കിനി ആർക്കിന് ആവശ്യമുള്ള 5 പോയിന്റ്സും കിട്ടിയല്ലേ. 1 2 3 4 5. അതിവിടെ പ്രൊജക്റ്റ് ആയിട്ട് 1 2 3 4 5 എന്നുള്ള രീതി കിട്ടി. സോ നമുക്ക് ആ ഒരു ആർച്ച് വരച്ചു നോക്കാം. ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. പിന്നെ ഇവിടെ നിന്ന് ഒരു ആർച്ചാണ്. അപ്പോൾ അത് ഇങ്ങനെ അങ്ങ് വരച്ചു. സി. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഷാഡോ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഇത്രയാണ് അതിൻ്റെ ഒരു ഷാഡോ ആയിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. യെസ്, ഫൈനലി നമുക്ക് ഷാഡോ കിട്ടിയിരിക്കുകയാണ്. സോ നമ്മളൊരു ലൈനിൻ്റെ ഷാഡോ കണ്ടു, ഒരു സ്ക്വയറിൻ്റെ ഷാഡോ കണ്ടു, ഒരു സ്ക്വയറിനകത്ത് ഒരു വോയിഡ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഷാഡോയും കണ്ടു. അപ്പോൾ നമ്മളെല്ലാം പ്ലെയിനിൻ്റെ ഷാഡോ ആണല്ലേ കണ്ടത്. നമുക്കിനി ഒരു 3Dയുടെ ഷാഡോ കൂടി കണ്ടാലോ, ഒരു 3D ബോക്സിൻ്റെ. സോ നമുക്ക് ആദ്യം ഒരു 3D ബോക്സ് കൺസ്ട്രക്ട് ചെയ്യാം. ഉള്ളിലത്തെ വയർ ഫ്രെയിമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുവാണേ. യെസ്. സോ നമ്മളിപ്പോൾ ഒരു 3D ബോക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോയിന്റ്സ് ഏതാ, ഇതിൻ്റെ ബേസ് പോയിന്റ്സ് ഏതാ? ഇതിൻ്റെ ടോപ്പ് പോയിന്റ്സ് ആയിട്ട് വരുന്നത് 1 2
3 ആൻഡ് 4. ഇതിൻ്റെ ബേസ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത് 1, 2, 3 ആൻഡ് 4. ഓക്കെ, അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റായി. ഇനി നമുക്കൊരു ലൈറ്റ് സോഴ്സ് കൂടി വരയ്ക്കാം. ലൈറ്റ് സോഴ്സ് വരയ്ക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് സോഴ്സിൻ്റെ ഹൈറ്റ് കുറച്ച് കൂട്ടി കൊടുക്കുക, എന്നാലും നമുക്ക് ആ ഒരു ഗ്രൗണ്ടിൽ ആ ഒരു ഷാഡോ കാസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ യെസ്, നമുക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് സോഴ്സ് കൊടുത്ത് നോക്കിയാലോ. നമ്മൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് ഈ ഒരു സംഭവത്തെ കൺസിഡർ ചെയ്തു. അപ്പോൾ ലൈറ്റിൻ്റെ ടോപ്പ് ഇത്, ലൈറ്റിൻ്റെ ബേസ് ഇത്. നമുക്കിനി ലൈറ്റ് ആംഗിളും ലൈറ്റ് ഡയറക്ഷനും ആസ് യൂഷ്വൽ നമുക്ക് വരയ്ക്കാം. സോ നമ്മൾ 4 ടോപ്പ് പോയിന്റ്സിൽ നിന്നും ലൈറ്റിൻ്റെ ആംഗിൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 4 ബേസ് പോയിന്റ്സിൽ നിന്നും ലൈറ്റിൻ്റെ ഡയറക്ഷൻ കൂടി മാർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ലൈറ്റിൻ്റെ ബേസ്, ഇത് നമ്മുടെ ഒബ്ജക്ട്സിൻ്റെ ബേസ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ലൈറ്റിൻ്റെ ആംഗിൾ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ വരും, ദെൻ ഇതുപോലെ. യെസ്, സോ നമ്മുടെ കൺസ്ട്രക്ഷൻ ഡ്രോയിങ് എല്ലാം കഴിഞ്ഞു. സോ ഈ ഒരു ക്യൂബിൻ്റെ ടോപ്പ് എഡ്ജായ ഇത്, ബേസ് എഡ്ജായ ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ലൈറ്റ് ആംഗിൾ ഈ ഒരു ടോപ്പ് എഡ്ജിൽ നിന്നും ലൈറ്റ് ആംഗിൾ വരുന്നു, ഈ ഒരു ബേസിൽ നിന്നും ലൈറ്റിൻ്റെ ഡയറക്ഷൻ വരുന്നു, അത് രണ്ടും ഇവിടെ കൂട്ടിമുട്ടും. ഈ ടോപ്പ് പോയിന്റിൽ നിന്നും ലൈറ്റ് ആംഗിൾ വരുന്നു, ഇതിൻ്റെ ബേസ് പോയിന്റിൽ നിന്നും ലൈറ്റ് ഡയറക്ഷൻ വരുന്നു. സോ ക്യൂബിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഓൾസോ ലൈറ്റ് ആംഗിൾസും അതുപോലെ തന്നെ ലൈറ്റ് ഡയറക്ഷൻസും നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് ഇൻ്റർസെക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു എഡ്ജിൻ്റെ ടോപ്പ് പോർഷൻ ഇത്, ബേസ് പോയിന്റ് ഇത്. ഈ ടോപ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് ആംഗിൾ അതുപോലെ തന്നെ ബേസിൽ നിന്ന് വരുന്ന ലൈറ്റ് ഡയറക്ഷൻ, ഇത് രണ്ടും കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ് വരിക. അതുപോലെ തന്നെ ഈ ഒരു എഡ്ജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു എഡ്ജിൻ്റെ ടോപ്പ് പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ആംഗിൾ, അതിൻ്റെ ബേസ് എഡ്ജിൽ നിന്ന് വരുന്ന ലൈറ്റ് ഡയറക്ഷൻ, അത് രണ്ടും കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്ന് വരുന്ന ലൈറ്റ് ആംഗിൾ, ഇതിൻ്റെ ബേസ് പോർഷനിൽ നിന്ന് വരുന്ന ലൈറ്റ് ഡയറക്ഷൻ, അത് രണ്ടും കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു എഡ്ജ് കൂടി നമുക്ക് എടുക്കാനുള്ളൂ. ഈ ഒരു എഡ്ജിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്ന് വരുന്ന ലൈറ്റ് ആംഗിൾ, ഇതിൻ്റെ ബേസ് പോർഷനിൽ നിന്ന് ലൈറ്റ് ഡയറക്ഷൻ, അതും ഇവിടെ കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്. സോ നമുക്ക് 1, 2, 3, 4 പോയിന്റ്സ് കിട്ടി. ആൻഡ് ഓൾസോ ലൈറ്റ് വരുമ്പോൾ ഈ ഒരു ഔട്ടർ എഡ്ജിലും അതുപോലെ തന്നെ ഈ ഒരു ഔട്ടർ എഡ്ജിലായിരിക്കും ആ ഒരു ലൈറ്റിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ വരിക. അപ്പോൾ നമ്മളിവിടെ ഒരു ഷാഡോ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെക്നിക്കലി ഇപ്പോൾ നമ്മൾ ചോദിക്കണം എന്തുകൊണ്ട് ഈ ഒരു പോയിന്റിലേക്ക് കൂട്ടിമുട്ടിക്കുന്നു, അതായത് ഇങ്ങനെയും മാത്രം എടുത്ത് ഇങ്ങനെ ഒരു ഷാഡോ ഉണ്ടാക്കിയാൽ പോരെ എന്നുള്ള ഡൗട്ട് വരുന്നുണ്ടാവും. പക്ഷേ സംഭവം ഇത്രേ ഉള്ളൂ, ഈ ഒരു പോയിന്റിനും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ 2 പോയിന്റ് ആയിരിക്കും ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഔട്ടർ സർഫസ് ആയിട്ട് വരുന്ന, ഔട്ടർ എഡ്ജ് ആയിട്ട് വരുന്ന പോയിന്റുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പറയുന്ന ലൈറ്റ് ആംഗിളും ലൈറ്റ് ഡയറക്ഷൻ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്താൽ നമുക്ക് ഈ പോയിന്റ് തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു പോയിന്റിലൂടെ നമ്മൾ ലൈറ്റ് ഡയറക്ഷൻ കൊടുത്തു, ഇങ്ങനെ ലൈറ്റ് ഡയറക്ഷൻ കൊടുത്തു, ലൈറ്റ് ആംഗിൾ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഈ ഒരു താഴത്തെ പോയിന്റിലല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസലായി 0 ആയി മാറും. അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു ലൈറ്റ് ആംഗിളും ലൈറ്റ് ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിലും ക്യാൻസൽ ചെയ്ത് ആ ഒരു എഡ്ജിലേക്കായിരിക്കും അതിൻ്റെ പോയിന്റ് വരുന്നുണ്ടാവുക. സോ നമ്മളിവിടെ എടുക്കുന്ന ലാസ്റ്റിന് ഷാഡോയിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ എടുക്കുന്ന പോയിന്റ്സ് എന്ന് പറയുമ്പോൾ 1, 2, then 3, then 4, then 5, then 6 ആ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഷാഡോ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, പിന്നെ ഇത് ഇങ്ങോട്ടേക്കാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ ആക്ച്വലി ഒബ്ജക്റ്റ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഷാഡോ ഇപ്പോൾ വരയ്ക്കുന്നില്ല. അപ്പോൾ പോവുകയാണെങ്കിൽ തന്നെ അത് ഇങ്ങനെയാണ് പോവുക കേട്ടോ. ഇങ്ങനെ പോയി അത് ഇങ്ങനെ അങ്ങനെ പോയി ഇവിടെ ആയിട്ട് മുട്ടുന്നുണ്ടാവുക. നമ്മൾ ഷാഡോ ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ പോയിന്റ് സോഴ്സ് മെത്തേഡിൻ്റെ നമ്മൾ 4 ഒബ്ജക്ട്സ് വരച്ചു. ഒന്ന് ലൈൻ വരച്ചു, പിന്നെ സ്ക്വയറിനകത്ത് ഒരു വോയിഡ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെ ഷാഡോ കൺസെപ്റ്റ് ചെയ്യും എന്നുള്ളത് നോക്കി. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യൂബിനകത്ത് ഷാഡോ കൺസെപ്റ്റ് ചെയ്യുന്നത് നോക്കി. ഇനി നമുക്ക് അടുത്തതായിട്ട് പാരലൽ മെത്തേഡിൽ എങ്ങനെ ഷാഡോ കൺസെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പെർസ്പെക്റ്റീവ് മെത്തേഡ് കേട്ട ഒരാൾക്ക് പാരലൽ മെത്തേഡ് വളരെ എളുപ്പമായിട്ടേ തോന്നും. എന്താണ് കാര്യം എന്ന് പറഞ്ഞുതരാം.
നമ്മൾ പാരലൽ മെത്തേഡിൽ നേരത്തെ അസൈൻ ചെയ്ത് വെച്ച ലൈറ്റ് ആംഗിളും ലൈറ്റ് ഡയറക്ഷൻസും ഉണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ലൈറ്റ് ആംഗിളിനെ ഇതാണ് എൻ്റെ ലൈറ്റ് ആംഗിൾ, ഞാൻ ഇങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്തു. ലൈറ്റ് ആംഗിൾ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ലൈറ്റ് ഡയറക്ഷൻ ഞാൻ ഇങ്ങനെയാണെന്നങ്ങ് ഫിക്സ് ചെയ്യുന്നു. അപ്പം അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ജസ്റ്റ് ലൈറ്റ് ഡയറക്ഷൻ ഇങ്ങനെയാണെന്നങ്ങ് എഴുതി വയ്ക്കും. അപ്പോൾ നമ്മളൊരു ഓക്കെ, അപ്പോൾ ഇനി വരച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ലൈന്, സ്ക്വയറിനകത്തൊരു ആർച്ച് ആൻഡ് നമുക്കൊരു ക്യൂബ്, ഇതിനൊക്കെ പാരലൽ മെത്തേഡിൽ എങ്ങനെ ലൈറ്റ് ഷാഡോ കൺസിഡർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ലൈറ്റ് ആംഗിളും ലൈറ്റ് ഡയറക്ഷനും സെറ്റ് ചെയ്തു. ഇനി നമുക്കൊരു സാധാരണ ഒരു ലൈനിനകത്ത് എങ്ങനെ ലൈറ്റ് ആംഗിളും ലൈറ്റ് ഡയറക്ഷനും കൊടുത്തിട്ട് നമുക്ക് ഒരു ഷാഡോ കാസ്റ്റ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. നമ്മൾ ലൈറ്റ് ആംഗിൾ ഓൾറെഡി ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് പാരലായിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ ഒരു ലൈറ്റ് ആംഗിൾ വരയ്ക്കുക. അപ്പം ഇതിന് പാരലായിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിന് പാരലായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈറ്റ് ആംഗിൾ വരച്ചു. ഇനി ലൈറ്റ് ഡയറക്ഷൻ എന്തായാലും ബേസിൽ നിന്നായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഡയറക്ഷന് പാരലായിട്ടുള്ള ഒരു ലൈൻ നമ്മൾ ഇതിൻ്റെ താഴോടെ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ ഒരു ലൈനിന് കിട്ടുന്ന ഷാഡോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു എക്സ്റ്റെൻറ്റ് വരെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് നമുക്കിനി ഒരു സ്ക്വയറിൻ്റെ ഷാഡോ കൺസെപ്റ്റ് ചെയ്ത് നോക്കാം. സ്ക്വയറിൻ്റെ ഷാഡോ കൺസെപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കുന്നു. ഇനി അതിൻ്റെ ലൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതിന് നേരെ പാരലായിട്ട് നമ്മൾ ഇതിലൂടെയും നമ്മൾ ലൈൻസ് വിടുന്നു. കണ്ടോ, ഇപ്പോൾ ഇത് നേരെ പാരലാണ്. നമ്മൾ നേരത്തെ പെർസ്പെക്റ്റീവ് എടുത്ത സമയത്ത് ഇതിലൂടെ ഇങ്ങനെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത ലൈറ്റ് ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷേ ഈ പറയുന്ന ഒരു പാരലൽ മെത്തേഡിൽ നമ്മൾ ഒരു പോയിന്റിലൂടെ ഒരു ലൈൻ പാരലായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം പാരലായിട്ട് തന്നെ അടുത്ത പോയിന്റിലൂടെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഈ ലൈറ്റ് ആംഗിളിന് പാരലായിട്ട് കൊടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ലൈറ്റ് ഡയറക്ഷൻ ബേസിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇതിന് നേരെ പാരലാക്കിയിട്ട് നമ്മൾ ബേസ് പോയിന്റ്സിൽ നിന്നും ലൈൻ വരയ്ക്കുന്നു. സോ ഇങ്ങനെ വരച്ചു, ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വരച്ചു, ഇതിൻ്റെ നേരെ ഇങ്ങനെ വരച്ചു. സോ ഈ ഒരു സ്ക്വയറിൻ്റെ ഷാഡോ വരുമ്പോൾ പാരലൽ മെത്തേഡിൽ ടോപ്പ് ബേസ്, ടോപ്പിൽ നിന്ന് ലൈറ്റ് ആംഗിൾ, ബേസിൽ നിന്ന് ലൈറ്റ് ഡയറക്ഷൻ ഇവിടെ കൂട്ടിമുട്ടി, ടോപ്പിൽ നിന്ന് ലൈറ്റ് ആംഗിൾ, ബേസിൽ നിന്ന് ലൈറ്റ് ഡയറക്ഷൻ ഇവിടെ കൂട്ടിമുട്ടി. സോ നമ്മുടെ ഇതിൻ്റെ ഷാഡോ വരുമ്പോൾ 1, 2, 3 ആൻഡ് 4 ഈ രീതിയിലായിരിക്കും വരുന്നുണ്ടാവും. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു സ്ക്വയറിനകത്ത് തന്നെ ഒരു ആർച്ച് ക്രിയേറ്റ് ചെയ്യുവാണെന്ന് വിചാരിച്ചു. ഒരു ആർച്ച് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വന്നു, ഇങ്ങനെ വരച്ചു. ഇനി അത് ടോപ്പ് പോയിന്റ്സ് ആയ 1, 2, 3, 4, 5, 6, 7 നമ്മൾ ലൈറ്റിൻ്റെ ആംഗിൾ കൊടുക്കുകയാണ്. 1, 2, 3, 4, 5 ആൻഡ് 6. ഇനി ഇതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റിൻ്റെ ഡയറക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ബേസ് പോയിന്റ്സ് കൂടി കണക്കാക്കാം. ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളിവിടെ ബേസ് എടുത്തു, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളിവിടെ ബേസ് എടുത്തു. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ പെർസ്പെക്റ്റീവ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ബേസ് എടുത്തു. ഇനി ഇതൊക്കെയാണ് നമുക്ക് ബേസ് പോയിന്റ്സ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. 1, 2, 3, 4, 5. ഇനി ഇതിൽ നിന്നെല്ലാം ലൈറ്റിൻ്റെ ഡയറക്ഷൻ കൊടുക്കുന്നു. ലൈറ്റിൻ്റെ ഡയറക്ഷൻ കൊടുക്കുമ്പോൾ 1, 2, 3, 4 then 5. ഓക്കെ, ഇനി ഷാഡോ കാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലൈറ്റിൻ്റെ ആംഗിൾ കൂടി ഇടാൻ വിട്ടുപോയി. ഇതാണ് ആ ഒരു ലൈറ്റിൻ്റെ ആംഗിൾ. ഓക്കെ, ഇനി എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഷാഡോ കാസ്റ്റ് വരുമ്പോൾ 1, 2, 3, 4 4 പോയിൻ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് ആംഗിൾ ഓൾസോ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഡയറക്ഷൻ രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതാണ്. ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് ആംഗിൾ, അതിൻ്റെ ബേസിൽ നിന്ന് ലൈറ്റ് ഡയറക്ഷൻ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവും ആ ഒരു സ്ക്വയറിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഷാഡോൻ്റെ ലെങ്ത് വരുന്നത് ഇങ്ങനെ ഇത്രയും ആൻഡ് ഇത്രയും ആയിരിക്കും. ഇനി ഇതിൻ്റെ അകത്തായിട്ടായിരിക്കും ആ ഒരു ആർച്ച് കൺസ്ട്രക്റ്റ് ആവുന്നത് അല്ലേ. ഓക്കെ, നമ്മളിനി ആർച്ചിൻ്റെ ബേസ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് പോയിന്റ് ഇത് അതിൻ്റെ ബേസ് പോയിന്റ്, ഈ ടോപ്പ് പോയിന്റും ബേസ് പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഇവിടെ, ഈ ടോപ്പ് പോയിന്റും ഇതിൻ്റെ ബേസ് പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഇവിടെ, ഈ ടോപ്പ് പോയിന്റും അതിൻ്റെ ബേസ് പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഓൾമോസ്റ്റ് വരുമ്പോൾ ഇവിടെയായിട്ടാണ് വരുന്നത് അല്ലേ, ഇവിടെയായിട്ടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഈ പോയിന്റും ഇതിൻ്റെ ഈ ബേസ് പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഇവിടെ, ഇതിൻ്റെ ഈ ബേസ് പോയിന്റും ഇതിൻ്റെ ബേസ് പോയിന്റും
ബേസ് പോയിന്റ് കൂട്ടിമുട്ടുന്നത് ഒരു ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടാണ് വരിക. അപ്പോൾ അതിൻ്റെ ഒരു ആർച്ച് വരുമ്പോൾ താഴെ 1 2 3 ആൻഡ് 4 ഈ രീതിയിലാണ് വരിക. നമ്മളത് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. പാരലൽ മെത്തേഡിൽ ഈ പറയുന്ന ഡിസ്റ്റോർട്ടഡ് അല്ലാത്ത രീതിയിലായിരിക്കും അതിൻ്റെ ഷാഡോ കാസ്റ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ലൈനിൻ്റെയും സ്ക്വയറിനകത്ത് ഒരു വോയിഡ് കൊടുത്തുള്ളതിൻ്റെ ഷാഡോ കാസ്റ്റ് നമ്മൾ കണ്ടു. നമുക്കിനി ഒരു ക്യൂബിൻ്റെയും കൂടെ ഷാഡോ കാസ്റ്റ് കൊടുത്ത് നമുക്ക് ഈ പാരലൽ മെത്തേഡ് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്യൂബ് വരയ്ക്കുവാണ്. 1 2 3 4 ഇനി നമുക്ക് അതിനകത്ത് ലൈറ്റ് ആംഗിളും ലൈറ്റ് ഡയറക്ഷനും കൊടുക്കാം. ലൈറ്റ് ആംഗിൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ആംഗിൾ കൊടുത്തു, ഇങ്ങനെ ലൈറ്റ് ആംഗിൾ കൊടുത്തു. 4 പോയിന്റ്സ് നമ്മൾ ലൈറ്റ് ആംഗിൾ കൊടുത്തു. ഇനി ഈ താഴത്തെ ബേസ് ആയിട്ടുള്ള 4 പോയിന്റ്സിൽ നിന്നും ലൈറ്റ് ഡയറക്ഷൻ കൂടി നമ്മൾ കൊടുക്കണം. അപ്പോൾ ലൈറ്റ് ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ അതിന് നേരെ പാരലാക്കിയിട്ട് ഇവിടെ നേരെ ഇങ്ങനെ കൊടുത്തു, ഇവിടെ നേരെ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു പോയിന്റും തമ്മിൽ കൂട്ടുകൂട്ടുന്ന ഇവിടെയാണ്. പിന്നെ ഈ ഒരു പോയിന്റും തമ്മിൽ കൂട്ടുകൂട്ടുന്ന ഇവിടെയാണ്. ഈ ഒരു പോയിന്റും അതിൻ്റെ താഴത്തെ ബേസ് പോയിന്റും തമ്മിൽ കൂട്ടുകൂട്ടുന്നത് ഇവിടെയാണ്. ഈ ഒരു പോയിന്റും അതിൻ്റെ താഴത്തെ ബേസ് പോയിന്റ് തമ്മിൽ കൂട്ടുകൂട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ക്യൂബിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും രീതിയിലുള്ളൊരു ലൈറ്റിൻ്റെ ആംഗിൾ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ആയിരിക്കും അതിൻ്റെ ഷാഡോ വരുന്നുണ്ടാവും. പാരലൽ മെത്തേഡിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് ലൈറ്റ് ആംഗിൾ കൊടുക്കുക, എങ്ങനെയാണ് ലൈറ്റ് ഡയറക്ഷൻ കൊടുക്കുക. ഐ മീൻ നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന ഒരു ഡൗട്ട് ഇപ്പോൾ ക്ലിയർ ചെയ്ത് തരാം. സംഭവം ഇത്രേ ഉള്ളൂ. ലൈറ്റ് ആംഗിൾ നമ്മൾ എന്തുമാത്രം കൂട്ടി കൊടുക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ലൈറ്റ് ആംഗിൾ ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഷോർട്ടർ ആയിട്ടുള്ള ഷാഡോസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ക്യൂബിനകത്ത് ലൈറ്റ് ആംഗിൾ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തതെങ്കിൽ എൻ്റെ ഷാഡോ ഓൾമോസ്റ്റ് എക്സ്റ്റെൻഡ് ഇവിടം വരെയൊക്കെ വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇനി ലൈറ്റ് ആംഗിൾ നല്ല രീതിയിൽ കുറച്ച് കൊടുത്തു, അതായത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ ആംഗിൾ കുറയുമല്ലേ ചെയ്യുന്നത്. ഇത് ആംഗിൾ കൂടുതലും ഇത് ആംഗിൾ കുറവാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കൊടുക്കുമ്പോൾ എന്താണ്, കൂടുതൽ എക്സ്റ്റെൻഡിലേക്ക് ഷാഡോ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളൊന്ന് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങൾക്ക് വളരെ ഷോർട്ടർ ആയിട്ടുള്ള ഷാഡോ ആണ് വേണ്ടതെങ്കിൽ ലൈറ്റ് ആംഗിൾ കൂട്ടി കൊടുക്കുക. വളരെ ലോങ്ങർ ആയിട്ടുള്ള ഷാഡോ ആണ് വേണ്ടെങ്കിൽ ലൈറ്റ് ആംഗിൾ കുറച്ച് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഏകദേശം ഫിറ്റ് ചെയ്തൊരു ലൈറ്റ് ആംഗിളും ലൈറ്റ് ഡയറക്ഷനും കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫുൾ സോളിഡ്സിന് നമുക്കൊരു പാരലൽ മെത്തേഡിൽ ഷാഡോ കൊടുത്ത് നോക്കിയാലോ. അപ്പോൾ എനിക്ക് പറയുന്ന ഷാഡോ അധികം എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ആംഗിൾ വളരെ കുറച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ലൈറ്റ് ആംഗിൾ ഞാൻ ഇത്രയും കൊടുത്തു. ലൈറ്റിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു കൺവീനിയൻസിന് ഞാൻ ഇങ്ങനെ കൊടുക്കാമെന്ന് തീരുമാനിക്കും. സോ ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. സോ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ലൈറ്റ് ഡയറക്ഷൻ, അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ആംഗിൾ, അത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. ഈ ഒരു സൈഡിൽ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ പെർമനൻ്റ് ആണ്. നമ്മൾ ഈ എല്ലാ ഒബ്ജക്ട്സിലേക്കും ഇതിന് നേരെ പാരലൽ ആയിട്ടുള്ള ലൈറ്റ് ആംഗിളും ഇതിന് നേരെ പാരലൽ ആയിട്ടുള്ള ലൈറ്റ് ഡയറക്ഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ക്യൂബിൻ്റെ നമ്മൾ നേരത്തെ കൺസ്ട്രക്ട് ചെയ്ത പോലെ തന്നെ ലൈറ്റ് ആംഗിൾ ഇതിന് ഓൾമോസ്റ്റ് പാരലായിട്ട് 1 1. ഇനി ഇതിന് നേരെ പാരലായിട്ട് തന്നെ ഇതും കൊടുക്കുക. ഇനി ഈ പോയിന്റിൽ നിന്നും കൊടുക്കുക, അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്നും കൊടുക്കുക. ഈ ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഡയറക്ഷൻ നേരെ പാരലാക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുക, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുക. ആൻഡ് ഓൾസോ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഷാഡോ പോകുന്നത്. അതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി ഈ ഒരു എഡ്ജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോപ്പ്, ബേസ്, ടോപ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് ആംഗിൾ ബേസിൽ നിന്ന് വരുന്ന ലൈറ്റ് ഡയറക്ഷൻ ഇവിടെ കൂട്ടിമുട്ടി. ടോപ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് ആംഗിൾ ബേസിൽ നിന്ന് വരുന്ന ലൈറ്റ് ഡയറക്ഷൻ ഇവിടെ കൂട്ടിമുട്ടി. ടോപ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് ആംഗിൾ ബേസിൽ നിന്ന് വരുന്ന ലൈറ്റ് ഡയറക്ഷൻ ഇവിടെ കൂട്ടിമുട്ടി. ടോപ്പിൽ നിന്ന് വരുന്ന ലൈറ്റ് ആംഗിൾ ബേസിൽ നിന്ന് വരുന്ന ഡയറക്ഷൻ ഇതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലാണ് കൂട്ടിമുട്ടിയത്. സോ അതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഷാഡോ കാസ്റ്റ് ചെയ്ത് വരുമ്പോൾ 1 2 3 ആൻഡ് 4 എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയായിരിക്കും അതിൻ്റെ ഷാഡോ കിട്ടുന്നുണ്ടാവുക.
ഇനി നമ്മൾ കോണിലേക്ക് കടക്കുമ്പോൾ കോണിന് ഈ പറയുന്ന പോലെ ഒരു എഡ്ജ് എന്ന് പറയാൻ ഉണ്ടോ? ടോപ്പ് എഡ്ജ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഡ്ജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു ക്രോസ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഹൈറ്റ് ആയിട്ട് നമ്മൾ ഇത് കൺസിഡർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ബേസ് പോയിന്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ സെയിം ആയിട്ടുള്ള ലൈറ്റ് ആംഗിൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു കോണിൻ്റെ മേളിലൂടെ ഇങ്ങനെ പായിക്കുന്നു. ഇനി അതിൻ്റെ ബേസിൽ നിന്നും ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഇത്. അപ്പോൾ അതിന് പാരലായിട്ട് നമ്മൾ ഇതിന് നേരെ പാരലായിട്ട് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന് കൂട്ടിമുട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ കോണിൻ്റെ ഒരു നിഴൽ ഓൾമോസ്റ്റ് ഇത്രയും രീതിയിലായിരിക്കും എക്സ്റ്റൻഷൻ വരുന്നുണ്ടാവുക. ഇനി കോണിന് താഴത്തെ ബേസ് ആയിട്ടുള്ള ഈ ഒരു ഒറ്റ പോയിന്റും ഈ ഒരു ഒറ്റ പോയിന്റുമാണ് ബേസ് ആയിട്ടുള്ള പോയിന്റ് വരുന്നത്. ഈ ബേസ് പോയിന്റിൽ നിന്നും ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് നമുക്ക് കോൺ കിട്ടുമോ? ഇല്ല. ഇതിങ്ങനെ മൂന്നും പാരലായിട്ട് പോകും. അപ്പോൾ കോണിൻ്റെ ഒരു കേസിൽ ഈ പറയുന്ന ഈ രണ്ട് എഡ്ജും 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം ഈ രണ്ട് എഡ്ജിൽ നിന്നും ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കോണിൻ്റെ ഒരു ഷാഡോയും നമുക്ക് കിട്ടും. അപ്പോൾ കോണിൻ്റെ ഷാഡോ വരുമ്പോൾ ഇത്രയായിരിക്കും കോണിൻ്റെ ഷാഡോ വരുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു പോയിന്റിലൂടെ ലൈറ്റ് ആംഗിൾ പോകുന്നു. ഈ ഒരു പോയിന്റിൽ കൂടെ തന്നെ ലൈറ്റ് ഡയറക്ഷൻ വരുമ്പോൾ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് 0 ആയി പോകുന്നു. നമ്മൾ നേരത്തെ പെർസ്പെക്റ്റീവ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എങ്ങനെയാണ് 0 ആയി മാറുന്നതെന്നുള്ളത്. അപ്പോൾ സെയിം എഫക്റ്റാണ് ഇവിടെയും വരുന്നത് കോണിൻ്റെ കേസിൽ. കാരണം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ പറയുന്ന ഒരു ട്രയാങ്കുലർ പോർഷൻ്റെ ഷാഡോ ആണ് ആക്ച്വലി വരുന്നത്. ഈ ഒരു കോണിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്ന ട്രയാങ്കുലർ പോർഷൻ്റെ ഷാഡോ ആണ് ആക്ച്വലി ഇവിടെ കോണിൻ്റെ ഷാഡോ ആയിട്ട് വരുന്നത്. അപ്പോൾ കോണിൻ്റെ ഷാഡോയും അതുപോലെ തന്നെ പിരമിഡിൻ്റെ ഷാഡോയും ഓൾമോസ്റ്റ് സിമിലർ ഷാഡോസ് ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഈ ഒരു പോയിന്റ്സുകൾ, അതായത് 1 2 3 4 5 6 7 8 ഇവിടെയുള്ള 1 2 3 4 5 6 7 8 എന്നുള്ള പോയിന്റ് എല്ലാം ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ ഭാഗമായിട്ടുള്ള 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8ൻ്റെ ഭാഗമായിട്ട് വരുന്ന അതിലൂടെ നമ്മൾ ലൈറ്റ് ആംഗിളും ലൈറ്റ് ഡയറക്ഷനും അങ്ങനെ കൊടുത്ത് വന്നു കഴിഞ്ഞാലുള്ളതായിരിക്കും ഈ ഒരു ഷാഡോ വരുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ കോണിൻ്റെ ഷാഡോ ഇത്രമാത്രം നോക്കിയാൽ മതി. അതിൻ്റെ ടോപ്പ് എഡ്ജ് എടുക്കുക, അതിൻ്റെ ബേസ് പോയിന്റ് കണക്കാക്കുക, അതിലൂടെ ലൈറ്റ് ആംഗിളും ഇതിലൂടെ ലൈറ്റ് ഡയറക്ഷൻ പാസ് ചെയ്ത് ഒരു പോയിന്റ് കണക്കാക്കുക. പിന്നെ ഈ കോണിൻ്റെ രണ്ട് എഡ്ജിൽ നിന്നും ഇങ്ങോട്ടേക്ക് സ്ട്രൈറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ കോണിൻ്റെ പരിപാടി തീർന്നു. വളരെ സിമ്പിളാണ് കോണിൻ്റെ കാര്യം. ഇനി അടുത്തത് നമുക്കൊരു സ്ഫിയറിൻ്റെ അല്ലെങ്കിൽ നമുക്കൊരു സ്ഫിയറിൻ്റെ ഷാഡോ കൺസിഡർ ചെയ്ത് നോക്കാം. സ്ഫിയറിൻ്റെ ഷാഡോ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു എഡ്ജ്, രണ്ട് എഡ്ജ്, 3 എഡ്ജ്, 4 എഡ്ജ് കണ്ടോ. ഒരു ഗ്ലോബിൻ്റെ 1 2 3 4 ഈ 4 പോർഷൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 2 3 ടോപ്പ് എഡ്ജും ഇത് ബേസ് എഡ്ജും. ഇനി ഇതിൻ്റെ ബേസ് എഡ്ജ് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ താഴത്തേക്കൊന്ന് പ്രൊജക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും ഒന്ന് താഴത്തേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. ഇനി ഈ ഒരു ലൈനിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയും ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുമായിരിക്കും അതിൻ്റെ ബേസ് എഡ്ജായിട്ട് വരുന്നത്. ഇതും അതിൻ്റെ ബേസ് എഡ്ജായിട്ട് വരുന്നത് ആണ്. ഇനി നമ്മൾ ഇതിനകത്ത് കൊടുത്തോളം തന്നെ ഇതിന് പാരലായിട്ട് ഈ ലൈറ്റ് ആംഗിൾ കൊടുക്കുന്നു. പാരലായിട്ട് ലൈറ്റ് ആംഗിൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ വന്നു, ഇവിടെ നിന്നും ഇങ്ങനെ വന്നു, ഇവിടെ നിന്നും ഇങ്ങനെ വന്നു. ഇനി ലൈറ്റ് ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ലൈറ്റ് ഡയറക്ഷൻ ഇവിടെ നിന്ന് നേരെ ഇതിന് പാരലായിട്ട് കൊടുക്കുകയാണെങ്കിൽ നേരെ വന്നിട്ട് ഇങ്ങനെ വന്ന് മുട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് ഇതിൻ്റെ ടോപ്പ് ഇതിൻ്റെ ബേസ് അപ്പോൾ അത് തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഇവിടെയാണെന്ന് മനസ്സിലാവും. അപ്പം മാക്സിമം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷാഡോ ഏകദേശം ഇത്രയായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഇതിൻ്റെ ടോപ്പ് പോയിന്റ് ഇത്, ഇതിൻ്റെ ബേസ് പോയിന്റ് ഇത്. അപ്പം ഇതിൻ്റെ ടോപ്പ് പോയിന്റിലൂടെ വരുന്ന ലൈറ്റിൻ്റെ ആംഗിൾ ഇതിൻ്റെ ബേസ് പോയിന്റിലൂടെ വരുന്ന ലൈറ്റിൻ്റെ ഡയറക്ഷൻ വന്ന് ഇവിടെ കൂട്ടിമുട്ടും. ഇതിൻ്റെ ടോപ്പ് പോയിന്റിലൂടെ വരുന്ന ലൈറ്റ് ആംഗിൾ ഇതിൻ്റെ ബേസ് പോയിന്റിലൂടെ വരുന്ന ലൈറ്റ് ഡയറക്ഷൻ അത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിമുട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും 1 2 3 4 ആണ് ഈ 1 2 3 4 എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ താഴെ വരുന്ന പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന പോയിന്റ്സ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ആ ഒരു സ്ഫിയറിൻ്റെ ഷാഡോ പാരലൽ പ്രകാരം ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമുക്ക് സിലിണ്ടറിൻ്റെ ഷാഡോ കൺസിഡർ ചെയ്ത് നോക്കാം. സിലിണ്ടറിൻ്റെ ഷാഡോയിൽ ടോപ്പ് പോയിന്റ്സ് പറയുമ്പോൾ 1 2 3 ആൻഡ് 4 കണ്ടോ. ഈ ഒരു ആക്സിസിൻ്റെ 1 2 3 4 ആയിരിക്കും അതിൻ്റെ ടോപ്പ് പോയിന്റ്സ്. അതിൻ്റെ ബേസ് പോയിന്റ്സ് പറഞ്ഞാൽ 1 2 3 4 തന്നെയായിരിക്കും അതിൻ്റെ ബേസ് പോയിന്റ്സ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ടോപ്പ് പോയിന്റ്സിലൂടെ നമ്മൾ ലൈറ്റിൻ്റെ ആംഗിൾ പാസ് ചെയ്യുന്നു. ഇനി ഓരോ പോയിന്റ്സിലൂടെ നമുക്ക് ലൈറ്റ് ആംഗിളും ലൈറ്റ് ഡയറക്ഷനും ഒന്ന് പാസ് ചെയ്ത് നോക്കാം. അപ്പോൾ ലൈറ്റ് ആംഗിൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് പാരലായിട്ട് കൊടുക്കുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. 1 2 3 ആൻഡ് 4. ഇനി ഇതിൻ്റെ ലൈറ്റ് ഡയറക്ഷൻ ബേസ് പോയിന്റ്സിൽ നിന്ന് കൊടുക്കുന്നു. ഇതിന് നേരെ പാരലാക്കി 1 2 3 ആൻഡ് 4. അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടി, അത് വലിയ കുഴപ്പമൊന്നുമില്ല, ഡസൻ മാറ്റർ. ഇനി നമുക്ക് ഷാഡോൻ്റെ പോയിന്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഇവിടെ. ഈ പോയിന്റും അതിൻ്റെ താഴെയുള്ള പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഇവിടെ. ഈ പോയിന്റും അതിൻ്റെ താഴെയുള്ള പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഇവിടെ. ഇനി ഈ പോയിന്റും അതിൻ്റെ താഴെയുള്ള പോയിന്റും കൂട്ടിമുട്ടുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഒരു ഷാഡോയുടെ നമ്മളിപ്പോൾ എന്തായാലും കൺസിഡർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇതിൻ്റെ ഷാഡോ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വന്നിട്ട് ആൻഡ് ഓൾസോ ഇതിങ്ങനെ വന്നിട്ട്
ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കർവ് വരുന്നതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. എന്നിട്ട് ആ ഒരു ഷാഡോ കാസ്റ്റ് മതി, കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഒരു ഷാഡോ കാസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ക്യൂബോയിഡിൻ്റെ കൂടി ഷാഡോ കാസ്റ്റ് ചെയ്തിട്ട് പരിപാടി നമുക്ക് തീർക്കാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോയിന്റ്സ് പറയുമ്പോൾ 1, 2, 3, 4 ആണ്. ബേസ് പോയിന്റ്സ് പറയുമ്പോൾ 1, 2, 3 ആൻഡ് 4 ആണ്. ടോപ്പ് പോയിന്റ്സിലൂടെ നമ്മൾ ലൈറ്റ് ആംഗിൾ പാസ് ചെയ്യുന്നു. ഇതിന് നേരെ പാരലായിട്ട് പാസ് ചെയ്യുമ്പോൾ 1, 2, 3 ആൻഡ് 4. ഇതിൻ്റെ ഡയറക്ഷനിലൂടെ ഇതിൻ്റെ ബേസ് പോയിന്റ്സിലൂടെ നമ്മൾ ഡയറക്ഷൻ പാസ് ചെയ്യുമ്പോൾ 1, 2, 3 ആൻഡ് 4 എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോയിന്റ്, ഇതിൻ്റെ ബേസ് പോയിന്റ്, ടോപ്പിലൂടെയും ബേസിലൂടെയും പോകുന്നത് എവിടെ നമുക്ക് കൂട്ടിമുട്ടുന്നു? ഒരു ഓൾമോസ്റ്റ് ഇവിടെ കൂട്ടിമുട്ടുന്നു. ഇതിൻ്റെയും ലൈറ്റ് ആംഗിൾ ലൈറ്റ് ഡയറക്ഷൻ ഇവിടെ കൂട്ടിമുട്ടുന്നു, ഇവിടെ കൂട്ടിമുട്ടുന്നു. ഇതിൻ്റെ ലൈറ്റ് ആംഗിൾ ഇതിൻ്റെ ലൈറ്റ് ഡയറക്ഷൻ ഇവിടെ കൂട്ടിമുട്ടുന്നു. ഇതിൻ്റെ ലൈറ്റ് ആംഗിൾ ഇതിൻ്റെ ലൈറ്റ് ഡയറക്ഷൻ ഇവിടെ കൂട്ടിമുട്ടുന്നു. അപ്പോൾ നമ്മൾ 1, 2, 3, 4 എന്നുള്ള പോയിന്റാണ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഷാഡോ കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. സോ നമ്മുടെ ഈ കോമ്പോസിഷൻ്റെ മൊത്തത്തിലുള്ള ലൈറ്റ് ആൻഡ് ഷാഡോ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പാരലൽ മെത്തേഡും പെർസ്പെക്റ്റീവ് മെത്തേഡും ഏകദേശം മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കൊരു പോയിന്റ് സോഴ്സിൻ്റെയും പാരലൽ മെത്തേഡിൻ്റെ കമ്പാരിസണിലേക്ക് കിടക്കുകയാണെങ്കിൽ പോയിന്റ് സോഴ്സിൻ്റെ ഷാഡോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവും. കുറച്ചുകൂടി പെർസ്പെക്റ്റീവ് ആൻഡ് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഷാഡോ കാസ്റ്റ് ആണ് അതിന് വരുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം പാരലൽ മെത്തേഡിലേക്ക് എടുക്കുമ്പോൾ കുറച്ച് സ്ട്രൈറ്റ് ആയിട്ടുള്ള പാരലൽ ആയിട്ടുള്ള ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ഫിഗർ എന്താണോ ആ ഫിഗറിൻ്റെ തന്നെ ഒരു താഴെ വരുന്നൊരു ഷാഡോ എന്നുള്ള രീതിയിലുള്ള കുറച്ചും കൂടി ഒരു ഷാഡോ ആണ് ഇതിന് വരുന്നത്. യെസ്. അപ്പോൾ 2 മെത്തേഡും ഉപയോഗിക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. അത് ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ചും പിന്നെ ക്വസ്റ്റ്യൻ വരുന്നത് ഏത് മെത്തേഡാണെന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ നോക്കി ചെയ്താൽ മതി. ഓക്കെ. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലൈറ്റ് ആൻഡ് ഷാഡോയുടെ വളരെ ബേസിക് ആയിട്ടുള്ള 2 ടെക്നിക്സ് ആണ്. ആക്ച്വലി ലൈറ്റ് ആൻഡ് ഷാഡോ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് വരച്ചാൽ ശരിയായില്ലെങ്കിൽ ചിലപ്പോൾ ഷാഡോ കൺസെപ്റ്റ് ചെയ്യുന്നത് തെറ്റിപ്പോയേക്കാം. പിന്നെ നമ്മൾ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ്ങിനകത്ത് പാരലൽ ആയിട്ടുള്ളൊരു ഷാഡോ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻസ് വന്നേക്കാം. അപ്പോൾ കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ ഈ ഒരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുക്കുന്നത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.